അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പൊന്നുമക്കൾക്കും സ്വാഗതം. അപ്പം നമ്മൾ കേരള പാഠാവലി എക്സാമിനോട് അടുത്തിരിക്കുകയാണ് അല്ലേ, തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം മിസ് എന്തൊക്കെ ചോദ്യങ്ങളാണ് വരിക, ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരിക? മിസ് അടിസ്ഥാന പാഠാവലിയിൽ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിപ്ലൈ മെസ്സേജസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നാൽ അതേപോലെ തന്നെ നമുക്ക് കേരള പാഠാവലി എക്സാം അടിപൊളിയായിട്ട് തകർത്ത് എഴുതണം അല്ലേ. അപ്പം എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലെ മക്കളെ. അപ്പം എന്തായാലും മിസ് എപ്പോഴും പറയുന്നത് എന്താണ്, നിങ്ങൾ പാഠഭാഗമൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കണം. പാഠത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും അത് എഴുതിയത് ആരാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം അല്ലേ. മിസ് എപ്പോഴും അതല്ലേ പറയാറുള്ളത്. ഓക്കെ, ഇനി എന്താണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എക്സാമിന് വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് ജീവചരിത്രക്കുറിപ്പ്. നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും മക്കളെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ജീവചരിത്രക്കുറിപ്പ് എങ്ങനെ എഴുതാം? ആത്മകഥ, ജീവചരിത്രക്കുറിപ്പ്, ഇത് രണ്ടും തമ്മിൽ മാറാറുണ്ട് പലർക്കും അല്ലേ. അപ്പൊ മിസ് അതിനൊരു സൊല്യൂഷനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ എന്താടാ, ചിലപ്പോൾ ആത്മകഥയും ജീവചരിത്രം മിസ് എനിക്ക് എപ്പോഴും മാറിപ്പോവാറുണ്ട്, അങ്ങനെയുള്ള മെസ്സേജസ് മിസ് കണ്ടിട്ടുണ്ട്. യെസ് എടാ, ജീവചരിത്രക്കുറിപ്പ് എന്ന് ഒറ്റ വാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, മറ്റുള്ളവരുടെ കഥ അത് നമ്മൾ എഴുതുന്നതിനെയാണ്. മറ്റുള്ളവർ എന്താണോ അത് നമ്മൾ എടുത്ത് എഴുതുന്നതാണ് ജീവചരിത്രക്കുറിപ്പ്. എന്നാൽ ആത്മകഥ എന്ന് പറഞ്ഞാലോ, നമ്മുടെ കഥ നമ്മൾ തന്നെ ഇരുന്ന് എഴുതുന്നതിനെയാണ്. മനസ്സിലായോ? ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും തെറ്റുമോ? മിസ് ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ കഥ നമ്മൾ തന്നെ എഴുതുന്നതിനെ ആത്മകഥ എന്നും, മറ്റുള്ളവരുടെ കഥ നമ്മൾ എഴുതുന്നതിന് ജീവചരിത്ര എന്നും പറയുന്നു. ഓക്കെ, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് കാൽവിരലിൽ വിരിയും കവിത എന്ന പാഠഭാഗത്തിലെ ക്രിസ്റ്റി ബ്രൗണിന്റെ ഒരു ചെറിയൊരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കി നോക്കിയാലോ? മിസ് വായിച്ചരാ, ശ്രദ്ധിച്ചിരുന്നോളൂ. ഒരു ഐറിഷ് എഴുത്തുകാരനും ചിത്രകാരനുമായിരുന്നു. ആര്? യെസ്, ക്രിസ്റ്റി ബ്രൗൺ. സെറിബ്രൽ പാൾസി, അതായത് അത് ഒരു തരം ചലന വൈകല്യമാണ് കേട്ടോ. അദ്ദേഹത്തെ ഒരു കാലിന്റെ വിരലുകൊണ്ട് മാത്രം എഴുതാനോ ടൈപ്പ് ചെയ്യാനോ അനുവദിച്ചു. അതായത് ഇയാൾക്ക്, നമ്മുടെ ക്രിസ്റ്റി ബ്രൗണിന് സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന ഒരു ചലന വൈകല്യം പെടുകയും അദ്ദേഹത്തെ ഒരു കാലിന്റെ വിരലുകൊണ്ട് മാത്രം എഴുതാനോ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യാനും മാത്രമായിരുന്നു അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. മൈ ലെഫ്റ്റ് ഫുട്ട് 1954 എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അംഗീകൃത കൃതി. ഇദ്ദേഹത്തിന്റെ കൃതി ഇതിൽ ഉൾപ്പെടുത്തിയല്ലോ. എന്താണ്? മൈ ലെഫ്റ്റ് ഫുട്ട്. അത് 1954 കേട്ടോ. മൈ ലെഫ്റ്റ് ഫുട്ട് ഓർത്ത് വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഓർത്ത് വെച്ചോളൂ. അടുത്ത എന്താണ്? പിന്നീട് ഡാനിയൽ ഡേ ലൂയിസ് ബ്രൗണായി അഭിനയിച്ച് അതേ പേരിൽ 1989 അക്കാദമി അവാർഡ് നേടിയ സിനിമയായി ഇത് നിർമ്മിച്ചു. ഏതാണ് നിർമ്മിച്ചത്? മൈ ലെഫ്റ്റ് ഫുട്ട്. ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. മനസ്സിലായോ? ഇതിപ്പം നമ്മൾ ക്രിസ്റ്റി ബ്രൗണിന്റെ ആണ് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് അല്ലേ. യെസ്, ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാഠഭാഗങ്ങൾ പല ആൾക്കാരും അല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പം അതിൽ ഏതെങ്കിലും ആളെ കുറിച്ചിട്ടൊക്കെയാവും നിങ്ങളുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാൻ പറയാം. അതേപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്ഷൻസ് ഒക്കെ തരും. അപ്പം സിമ്പിളായിട്ട് എഴുതിക്കൂടെ? സിമ്പിളായിട്ട് ഇതേപോലെ പോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ചു വിട്ട് എഴുതിക്കൂടെ? എന്തായാലും മക്കളെ, ഈ ഒരു പ്രവർത്തനം നിങ്ങൾ പഠിച്ചു വെച്ച് പോയിക്കോളൂ. ഇത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും എന്തായാലും ഉണ്ടായിരിക്കും. സെറ്റായിരുന്നോളൂ, ഈ ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നോളൂ. അപ്പോൾ മക്കളെ, എക്സാം എഴുതുന്ന എല്ലാ എൻ്റെ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് കാണാം. ബൈ.